മാക്സിസ്, ഈ ഒരുപാട് ഇപ്പോൾ നേരത്തെ ഭരത് ഭൂഷൺ സാർ പറഞ്ഞു, അതായത് ശരിയായ വിലയിരുത്തലുകളിലേക്ക് കണ്ടെത്തലുകളിൽ എത്തിച്ചേരുന്നതിന് മുൻപേ ആളുകളെ കുറ്റപ്പെടുത്താനോ സംവിധാനത്തെ പഴിക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു നിഗമനത്തിലെത്തി ഒരു അനാവശ്യമായ വിവാദം ഉണ്ടാക്കുന്നതിലോ അർത്ഥമില്ല. പക്ഷേ സ്വാഭാവികമാണ് 290 പേരുടെ ജീവൻ എടുത്ത, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, നമ്മൾ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത ഒരു വിമാന ദുരന്തം നമ്മുടെ കൺമുന്നിൽ വെച്ച് സംഭവിക്കുമ്പോൾ അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കും. ഇവിടെ യാത്ര ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ അതിൽ ആകാംക്ഷാഭരിതരായി അതിന് ഉത്തരം കാത്തു നിൽക്കുമെന്നുള്ളത്. അതുകൊണ്ടാണ് ശ്രീ മാക്സിസ് ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ അദ്ദേഹം 40 ഡിഗ്രി ഇപ്പോൾ അഹമ്മദാബാദിലെ ചൂടിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ BBC-യോട് സംസാരിച്ചപ്പോൾ ഒരു പൈലറ്റ് പറഞ്ഞത്, ഇൻ അഹമ്മദാബാദ് വേർ ടെമ്പറേച്ചേഴ്സ് നിയർ 40 ഡിഗ്രി ഓൺ തേഴ്സ്ഡേ, ദ തിന്നർ എയർ വുഡ് ഹാവ് ഡിമാൻഡഡ് ഹയർ ഫ്ലാപ്പ് സെറ്റിംഗ്സ് ആൻഡ് ഗ്രേറ്റർ എഞ്ചിൻ ത്രസ്റ്റ്. ഇൻ സച്ച് കണ്ടീഷൻസ് ഈവൻ എ സ്മോൾ കോൺഫിഗറേഷൻ എറർ ക്യാൻ ഹാവ് കറ്റാസ്ട്രോഫിക് കോൺസിക്വൻസസ് എന്നാണ്. 40 ഡിഗ്രി ചൂടിൽ ഫ്ലാപ്പ് പൊസിഷൻ കുറച്ചുകൂടി നല്ല രീതിയിൽ അതിൻ്റെ സെറ്റിങ്സ് മാറ്റണം, അതോടൊപ്പം തന്നെ എഞ്ചിൻ ത്രസ്റ്റ് കൂടുതലായി വേണ്ടി വരുമെന്നും. ഇതൊരു വലിയ പ്രതിസന്ധിയായി പൈലറ്റിന് മുന്നിൽ ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ടോ? താങ്കളുടെ അഭിപ്രായം അറിയാനാണ്. രണ്ടാമത്തെ കാര്യം, 3505 മീറ്ററാണ് ആ റൺവേയുടെ നീളമായി നമ്മൾക്ക് മുന്നിലുള്ളത് അഹമ്മദാബാദ് വിമാനത്താവളത്തിൻ്റെ. അതിൽ ഏതാണ്ട് 3000 മീറ്ററും ഈ റൺവേയിലൂടെ സഞ്ചരിച്ച ശേഷമാണ് ഒരു ടേക്ക് ഓഫിന് ഈ പരിചയസമ്പന്നനായ പൈലറ്റ് മുതിർന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ഇതിൻ്റെ ത്രസ്റ്റ് സംബന്ധിച്ച കാര്യങ്ങളിൽ, ഇതിൻ്റെ ആക്സിലറേറ്റഡ് പവറിനെ സംബന്ധിച്ച കാര്യങ്ങളിൽ അദ്ദേഹത്തിന് അപ്പോൾ തന്നെ ഒരു അപായ സൂചനയുണ്ടായിരുന്നോ? അദ്ദേഹം അതിൽ ആശങ്കാകുലനായിരുന്നു എന്ന് നമ്മൾ കരുതേണ്ടതുണ്ടോ? ഇതിൽ ഭരത് ഭൂഷൺ സാറ് പറഞ്ഞ കാര്യത്തോടെ എനിക്ക് 100% യോജിപ്പാണ്. നമ്മൾ ഇത്തരം അപകടം നടക്കുന്ന വേളകളിൽ ഇങ്ങനെ സ്പെക്കുലേറ്റ് ചെയ്തിട്ട് ബ്ലെയിം ഗെയിം കളിക്കരുത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പിന്നെ രണ്ടാമത് ചോദിച്ച ചോദ്യം അഹമ്മദാബാദിലെ റൺവേയുടെ കണ്ടീഷൻസിനും ടെമ്പറേച്ചറെ കുറിച്ച് ഒക്കെയാണ്. ഞാൻ അഹമ്മദാബാദ് എയർപോർട്ടിൽ ഏകദേശം 5 വർഷം 98 മുതൽ 2004 വരെ എയർ ട്രാഫിക് കൺട്രോളറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അവിടുത്തെ കൺട്രോൾ ടവറിലാണ് അധിക സമയം ഞാൻ ജോലി ചെയ്തിട്ട്. അന്ന് ഈ ദുരന്തം സംഭവിക്കുന്ന ആ ദിവസം അഹമ്മദാബാദിലെ മെറ്റ് റിപ്പോർട്ട് നമുക്ക് അവൈലബിൾ ആണ്, വെബ്സൈറ്റുകളിൽ അവൈലബിൾ ആണ്. ആ മെറ്റ് റിപ്പോർട്ട് പ്രകാരം അന്നത്തെ അവിടുത്തെ എയർപോർട്ടിലെ ടെമ്പറേച്ചർ 39 ഡിഗ്രി മാത്രമാണ്. പക്ഷേ ആ എയർപോർട്ടിലെ എയറോഡ്രോം റെഫറൻസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, അതായത് എയറോഡ്രോം റെഫറൻസ് ടെമ്പറേച്ചർ വെച്ചിട്ടാണ് റൺവേയുടെ പ്ലാനിങ്ങും മറ്റ് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. അതായത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് റൺവേ എത്ര റൺവേ ലെങ്ത് വേണം, ആ ക്രിട്ടിക്കൽ എയർക്രാഫ്റ്റിൻ്റെ ഓപ്പറേഷണൽ റിക്വയർമെൻ്റ് ഒക്കെ ഡിസൈഡ് ചെയ്യുന്നതിൽ ഒരു ഫാക്ടറാണ് എയർഡോം റെഫറൻസ് ടെമ്പറേച്ചർ. 42.4 ആണ്. ഞാൻ ആ AIP ഇന്ത്യൻ AIP എന്ന ഡോക്യുമെൻ്റ്, DGCയുടെ തന്നെ AIP എന്ന ഡോക്യുമെൻറ്റിൽ പറയുന്നത് പ്രകാരം 42.4 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ 39 ഡിഗ്രി ഉള്ള സമയത്ത് അത്ര അസാമാന്യമായുള്ളൊരു ടെമ്പറേച്ചർ ഒരു ഫാക്ടറാണെന്ന് കരുതുന്നില്ല. ഞാൻ പല പൈലറ്റ് സുഹൃത്തുക്കളോടും ഈ പോയിന്റ് ഡിസ്കസ് ചെയ്യുന്നു. അവരൊന്നും അതൊരു ഫാക്ടറായിട്ട് കാണുന്നില്ല. പ്രത്യേകിച്ച് 3505 മീറ്റർ നീളമുള്ള റൺവേയിൽ ഈ ബോയിങ് 787 വിമാനത്തിൻ്റെ എയറോപ്ലെയിൻ റെഫറൻസ് ഫീൽഡ് ലെങ്ത്ത്, അതായത് അത് ഐഡിയൽ കണ്ടീഷനിൽ ടേക്ക് ഓഫ് ചെയ്യാനുള്ള ഒരു ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 2400 മീറ്ററിൻ്റെ അടുത്തൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ ഈ 3505 മീറ്ററുള്ള റൺവേയിൽ ടേക്ക് ഓഫ് ഒരു റിസ്ക് ഫാക്ടറൊന്നും അവിടെ ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പിന്നെ രണ്ടാമത്, ഈ ഏതൊരു എയർപോർട്ടായാലും ഈ ടേക്ക് ഓഫിന് മുമ്പ് പൈലറ്റ് ചില ടെക്നിക്കൽ കാൽക്കുലേഷൻസ് നടത്തേണ്ടതുണ്ട്. അത് ഫ്ലൈറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് അവർ ഉപയോഗിക്കുന്നത്. ആ റൺവേയുടെ അവിടുത്തെ അറ്റ്മോസ്ഫിയറിലെ ആംബിയൻറ്റ് കണ്ടീഷൻസും റൺവേയുടെ സ്ലോപ്പ് പോലുള്ള ഫാക്ടേഴ്സും പിന്നെ എയർക്രാഫ്റ്റിൻ്റെ ലോഡ് ഫാക്ടറും എല്ലാം ഡിസൈഡ് ചെയ്തിട്ട് അദ്ദേഹം ആദ്യം തന്നെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ റൺവേയിലെ ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ട ക്രിട്ടിക്കൽ വെലോസിറ്റി, അതായത് ഡിസിഷൻ സ്പീഡ്, അത് ഡിസൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഡിസിഷൻ സ്പീഡ് അറ്റൈൻ ചെയ്തതിന് ശേഷമാണ് ടേക്ക് ഓഫ് ത്രോട്ടിൽ അദ്ദേഹം അത് അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ ആ ഡിസിഷൻ സ്പീഡ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായ അറിവുകൾ വെച്ച് വിലയിരുത്തേണ്ടത്. ഇതിന് ടേക്ക് ഓഫിന് ദൃക്സാക്ഷികളുണ്ടെന്നാണ് പറയുന്നത്. ഏകദേശം റൺവേയുടെ ഒരു 70% ഡിസ്റ്റൻസ് മാത്രമേ ടേക്ക് ഓഫിന് ഉപയോഗിച്ചിട്ടുള്ളൂ. ഈ ഡിസിഷൻ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 150 നോട്ടിക്കൽ മൈൽസ് പെർ അവർ ആ റേഞ്ചിലാണ് ഉണ്ടാകുക. 140-150 നോട്ടിക്കൽ മൈൽ പെർ അവർ ആ റേഞ്ചിലാണ് ഉണ്ടാകുക. അത് ഈസി ആയിട്ട് ഈ വിമാനം അച്ചീവ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ എൻജിൻ പവർ ആ സമയം വരെ ഒരു ഫാക്ടർ ആയിരുന്നില്ല. അപ്പോൾ ഒരു പവർ പ്രോബ്ലം എൻജിന് ഉണ്ടായിരുന്നില്ല എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അത് കഴിഞ്ഞ് ടേക്ക് ഓഫ് ഈ ഡിസിഷൻ സ്പീഡിന് ശേഷമാണ് ടേക്ക് ഓഫ് നടക്കണമെങ്കിൽ ഈവൻ ഒരു എൻജിൻ ഫെയിലിയർ ആയാലും ഏത് എയർക്രാഫ്റ്റുകളും അതിന് നിശ്ചിത ഉയരം കൈവരിക്കാനും തിരിച്ച് ഒരു ലാൻഡിങ് നടത്താനും സുരക്ഷിതമായിട്ട് കഴിയും. അപ്പം ഇവിടെ സംഭവിച്ചിരിക്കുന്ന 625 ഫീറ്റ് വരെ ആ വിമാനം സാധാരണ ഒരു പിച്ചിൽ ക്ലൈംബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോബ്ലങ്ങളൊക്കെ തുടങ്ങുന്നത് ഏകദേശം ഒരു 500 ഫീറ്റിൻ്റെ മുകളിലാണ് ഈ പ്രോബ്ലങ്ങൾ തുടങ്ങിയത്. സഡൻ ആയിട്ടുള്ള എൻജിൻ ഫെയിലിയറിലേക്കാണ് ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത്. എന്തുകൊണ്ട് എൻജിൻ ഫെയിലിയർ സംഭവിച്ചു എന്നതാണ് ഒരു കാര്യം, ആലോചിക്കേണ്ട ഒരു കാര്യം. ഇതുപോലെ ഒരു കാര്യം ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ. ഇപ്പോൾ താങ്കൾ പറഞ്ഞത് 500 അടിക്ക് മുകളിൽ വെച്ചാണ് ഈ പ്രശ്നത്തെ അവർ അഭിമുഖീകരിക്കുന്നതെങ്കിൽ ഞാൻ വായിച്ചു മനസ്സിലാക്കിയതാണ് 200-നും 400-നും അടിക്കിടയിൽ വെച്ച് ഈ വീൽ മുകളിലേക്ക് ഉയർത്തുകയും അതുപോലെ തന്നെ ഈ ലാൻഡിംഗ് ലിവർ എന്നത് റിട്രാക്ട് ചെയ്യുകയും ചെയ്യേണ്ടതായിരുന്നില്ലേ? അവിടെ ഒരു ആശയക്കുഴപ്പം പൈലറ്റുമാർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഒരുപാട് ടേക്ക് ഓഫുകൾ കൺട്രോൾ ടവറിൽ നിന്ന് കാണാൻ ഒരു സാഹചര്യം ഉണ്ടായ ഒരു വ്യക്തിയാണ് ഞാൻ. 10,000-കണക്കിന് വിമാനങ്ങളുടെ ടേക്ക് ഓഫ് എൻ്റെ 38 വർഷത്തെ കരിയറിൻ്റെ ഉള്ളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പലപ്പോഴും ഈ ഐഡിയലി ഒരു 50 ഫീറ്റിലൊക്കെ ആയിരിക്കും ഇത് റിട്രീവ് ചെയ്യേണ്ടത്. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറും അങ്ങനെയാണ് പറയുന്നത്. പല പൈലറ്റുകളും ഇത് ഡിലേ ആയിട്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ 1000 ഫീറ്റിന് താഴെയൊക്കെ അവർ ചെയ്യാറുണ്ട്. 100 ഫീറ്റ്, 500 ഫീറ്റ്, 1000 ഫീറ്റ് ആ സമയത്തൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ അതും ഒരു സുരക്ഷയെ ബാധിക്കുന്ന ഒരു ഫാക്ടർ അല്ല എന്ന് നമുക്ക് വേണമെങ്കിൽ ഉറപ്പിച്ച് പറയാം. കാരണം ഇത് റിട്രീവ് ചെയ്യുന്നതിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ സാറ് പറഞ്ഞ പോലെ ഡ്രാഗ് കുറയ്ക്കുക എന്നുള്ളതാണ്. കുറച്ചും കൂടി ലിഫ്റ്റ് കൂടുതൽ കിട്ടും, കുറച്ചും കൂടി സ്പീഡ് ഗെയിൻ ചെയ്യാൻ പറ്റും. ആ ഫാക്ടേഴ്സ് കൊണ്ടാണ്. പിന്നെ പല ഫാക്ടേഴ്സ് കൊണ്ടും പൈലറ്റുകൾ അത് റിട്രീവ് ചെയ്യാൻ താമസിക്കാറുണ്ട്. അതിലൊരു മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ചൂട് കൂടിയ റൺവേയിൽ പ്രത്യേകിച്ച് ഈ ടാർമാക്ക് ഉച്ച സമയത്ത് ഭയങ്കരമായിട്ട് ഹീറ്റ് ചെയ്യും. ഇതിലൂടെ എയർക്രാഫ്റ്റ് റോൾ ചെയ്യുമ്പോൾ ഫ്രിക്ഷൻ കൊണ്ട് വീലും മറ്റുമൊക്കെ ഹീറ്റപ്പ് ആകാറുണ്ട്. അപ്പോൾ അതൊന്ന് തണുക്കാൻ വേണ്ടി എയറിൻ്റെ സഹായത്തോടെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി കുറച്ച് സമയമൊക്കെ വെയിറ്റ് ചെയ്തിട്ട് റിട്രീവ് ചെയ്യുന്ന പൈലറ്റുമാരും ഉണ്ട്. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അതാണ്. ഇതൊക്കെ ഒരു എന്താ പറയുക ഫാക്ടറാകുന്ന എയർക്രാഫ്റ്റിൻ്റെ പവറിൽ അല്ലെങ്കിൽ എഞ്ചിൻ്റെ ത്രസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുള്ളപ്പോൾ അതൊക്കെ ഫാക്ടറാണ്. പക്ഷേ ഇവിടെ അത് ഒരുപക്ഷെ ഈ 500 അടി എന്ന് പറഞ്ഞാൽ ഈ സാധാരണ ഈ 787 വിമാനം എന്ന് പറഞ്ഞാൽ 2 പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ് ഇതിൻ്റെ പവർ സോഴ്സ് എന്ന് പറയുന്നത്. ഈ വിമാനം ടേക്ക് ഓഫ് ചെയ്ത ഏകദേശം 1 മിനിറ്റിൽ ഏകദേശം 2500 അടി ഉയരത്തിൽ ക്ലൈംബ് ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഈ വിമാനത്തിനുണ്ട്. പക്ഷേ ഇവിടെ ആകെ ഗെയിൻ ചെയ്യുക ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 500 ഫീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇനേഷ്യ കൊണ്ടായിരിക്കും ഈ 625 വരെ പോയിരിക്കാൻ സാധ്യത. ഈ 500 ഫീറ്റ് ഗെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ 1 മിനിറ്റിൻ്റെ 1/4 ടൈമാണ്. അതായത് ഒരു 15 സെക്കൻഡ് മാത്രമാണ് എൻജിൻ പവർ പ്രവർത്തിച്ചിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കാൻ കഴിയും. ആ വീഡിയോ കണ്ട കറക്റ്റായിട്ട് മനസ്സിലാകും. ആ 500-600 ഫീറ്റ് വരെ വലിയ വ്യത്യാസങ്ങളും അതിൻ്റെ ഫ്ലൈറ്റ് പാത്തിലൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു എന്താ പറയുക ഒരു സ്റ്റഡി ഗ്രേഡിയൻറ്റിലാണ് അത് ക്ലൈംബ് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 3 ഡിഗ്രി ഗ്രേഡിയൻറ്റിലാണ് ക്ലൈംബ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഫ്ലാപ്പിൻ്റെ കാര്യം അത് കുറച്ചും കൂടി ടെക്നിക്കൽ സബ്ജക്റ്റാണ്. പക്ഷേ എനിക്ക് മറ്റുള്ള പൈലറ്റ് സുഹൃത്തുക്കളായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് മനസ്സിലായത് ഈ ഫ്ലാപ്പ് സെറ്റിങ് ടേക്ക് ഓഫ് ഫ്ലാപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലാൻഡിങ് ടൈമിലാണ്. അതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനും അപ്രോച്ച് സ്പീഡ് കൺട്രോൾ ചെയ്യാനും റിട്ടാർഡേഷനൊക്കെയാണ് ഫ്ലാപ്പ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പക്ഷേ ടേക്ക് ഓഫിന് വേണ്ടിയിട്ട് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലാപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അതൊരു മാക്സിമം ഒരു 5 ഡിഗ്രി വരെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. വേറെ ലാൻഡിങ് സമയത്ത് ഫ്ലാപ്പ് 20 ഡിഗ്രി 30 ഡിഗ്രി വരെയൊക്കെ സെറ്റ് ചെയ്യാറുണ്ട്. ഈ 5 ഡിഗ്രി ഫ്ലാപ്പ് ഡിപ്ലോയ് ചെയ്ത ഒരു അവസ്ഥ നമുക്ക് ഇത്ര ദൂരെ എന്നുള്ളൊരു വീഡിയോ പിക്ചറിന്ന് ഒരിക്കലും തിരിച്ചറിയാൻ പറ്റില്ല. അതുകൊണ്ട് ആ ഫ്ലാറ്റ് ഓണാണോ ഓഫാണോ എന്ന് ഈ നമ്മൾ കാണുന്ന വീഡിയോ വെച്ച് അപഗ്രഥനം ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അതൊരു ഫാക്ടറായിട്ട് എവിടെ ഈ മോഡേൺ എയർക്രാഫ്റ്റിലൊക്കെ ഫ്ലാറ്റ് സെറ്റിംഗ് കറക്റ്റ് അല്ലെങ്കിൽ അതിൽ കോക്പിറ്റിൽ വാർണിംഗ് വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനത്തെ ഒരു വാർണിംഗ് ഉണ്ടെങ്കിൽ പൈലറ്റ് അത് കറക്റ്റ് ചെയ്തതിന് ശേഷമാണ് ടേക്ക് ഓഫ് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. താങ്കളോടൊരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ എയർലൈനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ ഈ വളരെ വളരെ പരിമിതമായ വായിച്ചുള്ള വിവരം വെച്ചും പലരിൽ നിന്ന് സംസാരിച്ചിട്ടുള്ള അറിവും വെച്ചുമാണ്
ഞാൻ സംശയമെന്ന രൂപേണ ചില കാര്യങ്ങൾ താങ്കളോട് ചോദിക്കുന്നത് താങ്കൾ മനസ്സിലാക്കുമല്ലോ. കാരണം അതുകൊണ്ടാണ് ഇടയ്ക്കൊന്ന് എനിക്ക് ഇടപെട്ട് ചോദിക്കേണ്ടി വരുന്നത്. താങ്കളുടെ പരിചയ സമ്പന്നതയിൽ നിന്ന് അതിന് താങ്കൾക്ക് മറുപടി പറയാൻ കഴിയും എന്ന പ്രതീക്ഷയിൽ. അതുകൊണ്ട് താങ്കൾ ക്ഷമിക്കണം ഞാൻ ഇടയ്ക്ക് ഇടപെടുന്നതിൽ. എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. നോ ത്രസ്റ്റ് പ്ലെയിൻ നോട്ട് ടേക്കിംഗ് ലിഫ്റ്റ് എന്നൊരു സന്ദേശം പൈലറ്റ് അയച്ചു എന്നാണ് പറയുന്നത്. അതായത് ത്രസ്റ്റ് ഇല്ല, ഫ്ലൈറ്റിന് മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പൈലറ്റ് ഒരു സന്ദേശം അയക്കുന്നുണ്ടെങ്കിൽ അതിന് തൊട്ട് മുൻപ് ഈ പറയുന്ന ചക്രങ്ങൾ വീലിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ ലാൻഡിംഗ് ലിവറിൻ്റെ കാര്യത്തിലാണെങ്കിലും ഫ്ലാപ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ അതൊരു കറക്റ്റ് പൊസിഷനിലാണ് എന്നിട്ടും കിട്ടാതെ വരുമ്പോഴല്ലേ അദ്ദേഹം ഇങ്ങനൊരു സന്ദേശം അയക്കുക? അതല്ല ഇങ്ങനൊരു സന്ദേശം അയക്കുമ്പോൾ ഇതെല്ലാം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന കാര്യം അദ്ദേഹം പരിശോധിച്ചിട്ടുണ്ടാകില്ലേ സാധാരണ നിലയിൽ? ഈ സന്ദേശത്തിൻ്റെ ആരാണ് ഈ സന്ദേശം എയർ ട്രാഫിക് കൺട്രോൾ യൂണിറ്റ് ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് നിശ്ചയമില്ല. ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ കൊളീഗ്സിനോടൊക്കെ ഞാൻ എൻ്റെ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പൈലറ്റിൻ്റെ ആ ഭാഗത്തുനിന്ന് ആകെ ഒരു കമ്മ്യൂണിക്കേഷൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് മെയ്ഡേ എന്ന ഡിസ്ട്രസ് കോൾ മാത്രമാണ്. ആ ഡിസ്ട്രസ് കോളിനോടൊപ്പം അദ്ദേഹം ആ എയർക്രാഫ്റ്റിൻ്റെ കോൾ സൈൻ പോലും പറയാൻ അദ്ദേഹത്തിന് സമയം കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് എയർ ട്രാഫിക് കൺട്രോൾ യൂണിറ്റ് കൺട്രോൾ ടവറിന് ഒരു ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു, ഇത് ഏത് എയർക്രാഫ്റ്റാണ് എമർജൻസിയിലുള്ളത്. അപ്പോൾ അവർ ആ മെയ്ഡേ സന്ദേശം റോജർ മെയ്ഡേ എന്ന അക്നോളജ്മെൻറ്റിനോടൊപ്പം തന്നെ എയർക്രാഫ്റ്റ് റിപ്പോർട്ട് യുവർ കോൾ സൈൻ എന്ന് ചോദിക്കുകയുണ്ടായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് പൈലറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മറുപടിയും ഉണ്ടായിട്ടില്ല. കാരണം അപ്പോഴേക്കും അവിടെ എമർജൻസി സ്റ്റാർട്ട് ചെയ്തിരുന്നു. കാരണം ഈ ത്രസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ലിഫ്റ്റിൻ്റെയോ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം പൈലറ്റ് ചെയ്യുകയായിരുന്നത് ഈ അണ്ടർ കാരേജ് റിട്രീവ് ചെയ്യാൻ ഉള്ള ശ്രമം അദ്ദേഹം നടത്തിയേനെ. അപ്പോൾ അതിനു മുമ്പ് തന്നെ ആ ശ്രമം നടത്തുന്നതിന് മുമ്പ് തന്നെ പ്രോബ്ലം അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അപ്പോൾ ഈ എൻജിൻ ഫെയിലിയർ ഉണ്ടായത് എന്താണെന്നുള്ളത് അതിൻ്റെ പല റീസണുകളും ഉണ്ടാകാം. ഇപ്പോൾ ബേർഡ് സ്ട്രൈക്ക് ഒരു റീസണാണ്. പക്ഷേ ഇത്രയും വലിയ പവറുള്ള ഇത്രയും വലിയ എൻജിനുള്ള ആ എൻജിൻ്റെ ഒരു വലിപ്പം തന്നെ ഏകദേശം 2 മീറ്ററോളം വ്യാപ്തിയുള്ള ഒരു എൻജിനാണ്, വ്യാസമുള്ള ഒരു എൻജിനാണ്. അതിൻ്റെ ഫ്രണ്ട് സൈഡ് അതിൻ്റെ ഓപ്പനിങ് അതിൽ വലിയ ഒരു മൾട്ടിപ്പിൾ സ്റ്റേജ് ഓഫ് ടർബൈൻസ് ആണുള്ളത്. അതിലൊരു ചെറിയ ബേഡോ അല്ലെങ്കിൽ ഒരു കൈറ്റോ അല്ലെങ്കിൽ ഒരു പരുന്തോ അല്ലോ അതിലിടിക്കുകയാണെങ്കിൽ ഏതാനും ബ്ലേഡുകൾക്ക് ചെറിയ ബെൻഡോ ഒക്കെ സംഭവിക്കാമെന്നല്ലാതെ എൻജിൻ ഒരിക്കലും അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാനുള്ള ടെൻഡൻസി വളരെ കുറവാണ്. വളരെ ഭാരമുള്ള ഒത്തിരിയധികം ബേഡുകളൊക്കെ ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും അത്തരത്തിൽ സംഭവിക്കാം. അപ്പോൾ അതിനുള്ള സാധ്യത വളരെ വിരളമാണ്. മറ്റ് സാധ്യതകൾ ടെക്നിക്കലായുള്ള സാധ്യതകൾ ഒരുപക്ഷെ അതായിരിക്കും ഇതിനുള്ള മെയിനായിട്ടുള്ള കാരണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് നമ്മൾ സ്പെക്കുലേറ്റ് ചെയ്യുന്നത് ശരിയല്ല. പക്ഷേ ഈ ആളുകൾക്ക് ഒരു ജിജ്ഞാസയുണ്ട്. ആദ്യം ആളുകൾ മരണപ്പെട്ട ഒരു ആക്സിഡൻ്റാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്ന ഒരു ജിജ്ഞാസയുണ്ട്. അതായിരിക്കും ഒരു പക്ഷേ നിങ്ങളെപ്പോലുള്ള ചാനലിൽ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു ചെറിയ നിഗമനങ്ങളിലൊക്കെ നടത്തുകയാണെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് ഇതിൻ്റെ സംഭാവ്യമാകാം. അതായത് ഇലക്ട്രിക്കൽ പ്രോബ്ലംസ്, ഹൈഡ്രോളിക് പ്രോബ്ലംസ്, ഈ പറയുന്ന ഫ്യൂവലിലെ അഡൾട്രേഷനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെഷേഴ്സ് ഗ്രൗണ്ടിൽ വെച്ച് തന്നെയുണ്ട്. കാരണം ഈ റീഫില്ലിംഗ് തുടങ്ങുന്നതിന് മുമ്പ് പൈലറ്റിൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഈ സാമ്പിൾ ടെസ്റ്റ് ചെയ്യുന്നതും അതിൻ്റെ ഡെൻസിറ്റിയും അതിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റും മറ്റും ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ പൈലറ്റിൻ്റെ സിഗ്നേച്ചർ വാങ്ങിച്ചിട്ടാണ് റീഫില്ലിംഗ് പ്രോസസ്സ് തന്നെ തുടങ്ങുന്നത്. അപ്പോൾ അതിനുള്ള സാധ്യത വിരളമാണ്. പിന്നെ വലിയ ഹൈഡ്രോളിക് ഫ്യൂളിൽ എന്തെങ്കിലും മായങ്ങൾ കലർന്നിട്ട് ഇലക്ട്രിക് സർക്യൂട്ടിന് തകരാറ് സംഭവിക്കുക, അങ്ങനെ പവർ ഫെയിലിയർ ഉണ്ടാവുക, അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? സാധ്യതയുണ്ടാവും. അത് കാരണം എയർക്രാഫ്റ്റിൻ്റെ മെയിൻ പവർ ജനറേഷൻ യൂണിറ്റ് എൻജിൻ തന്നെയാണ്. അതിന് ബാറ്ററി ബാക്കപ്പ് ഉണ്ട്, APU ഉണ്ട്, പിന്നെ റാം എയർ ടർബൈൻ എന്ന് പറഞ്ഞ ടെമ്പററി സിസ്റ്റം ഉണ്ട് ഇലക്ട്രിക്കലി ബാക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ എൻജിൻ കട്ട് ഓഫ് ചെയ്തതോടുകൂടി പിന്നെ ബാക്കിയുള്ളത് എമർജൻസിക്ക് ഉപയോഗിക്കാനുള്ള പവേഴ്സ് മാത്രമേ ഉള്ളൂ. ഈ ബാറ്ററിയുടെയോ അല്ലെങ്കിലോ APU എന്നോ വരുന്ന പവേഴ്സ് മതി. സാധാരണ ഞാൻ മനസ്സിലാക്കുന്നത് APUയുടെ ഉപയോഗം ഗ്രൗണ്ടിൽ വെച്ചാണ് ഏറ്റവും കൂടുതൽ. ഫ്ലൈ ചെയ്യുന്ന സമയത്ത് APU പ്രവർത്തിപ്പിക്കാറില്ല. എയർക്രാഫ്റ്റ് ഗ്രൗണ്ടിലുള്ള സമയത്ത് എയർ കണ്ടീഷണറും അല്ലെങ്കിൽ അവിടുത്തെ മിനിമം ലൈറ്റിങ്ങും
ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റുകളൊക്കെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയാണ് APU ഉപയോഗിക്കുന്നത്. APU അൺസർവീസബിളായിട്ട് പറക്കുന്ന വിമാനങ്ങളുണ്ട്. അത് ഒരു ക്യാരി ഫോർവേഡ് ചെയ്യുന്ന ഒരു സ്നാഗായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. അല്ല, അങ്ങനെയാണ് ശ്രീ മാക്സിസ് ഈ താങ്കൾ ഈ പറഞ്ഞ റാം എയർ ടർബൈൻ RAT എന്ന ആ ലൈറ്റ് ഈ വൈദ്യുതി ജനറേറ്റർ അത് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത്, പ്രവർത്തിച്ചിട്ടുണ്ടാകുമോ ആ സമയത്ത്? ഈ റാം എയർ ടർബൈൻ പ്രവർത്തിക്കുന്ന മറ്റെല്ലാ പവർ സപ്ലൈ സിസ്റ്റംസ് കട്ട് ചെയ്യുമ്പോൾ ഒരു എമർജൻസി സിസ്റ്റമാണ്. അത് ഒരു സിംപിളി ഒരു എൻജിൻ്റെ അടിയിലുള്ള ഒരു മൗണ്ട് ചെയ്തിരിക്കുന്ന ഒരു ഫാൻ പോലത്തെ ഒരു അറേഞ്ച്മെൻ്റ് ആണ്. ഒരു കംപ്രസ്ഡ് എയർ ഉപയോഗിച്ചിട്ട് ഒരു ചെറിയ ജനറേറ്റർ പ്രവർത്തിക്കുന്നു. അത് എമർജൻസി സപ്ലൈ, അതിലെ ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻറ്റുകളും ഒക്കെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. അല്ലാതെ അതൊരു ഫ്യൂവൽ പമ്പോ മറ്റോ വർക്ക് ചെയ്യിക്കാനുള്ള അത്രമാത്രം പവർ മനസ്സിലായി. പക്ഷേ ഞാനത് ചോദിക്കാൻ കാരണം ഇപ്പോൾ ഇതിലെ കാര്യങ്ങൾ പഠിച്ച ഒരാൾ എഴുതിയ ഒരു കുറിപ്പിൽ ഞാൻ വായിച്ചത് ഈ ഒരു റാം എയർ ടർബൈൻ എന്ന ഈ ചെറിയ വൈദ്യുതി ജനറേറ്ററിന്റെ കൃത്യമായി തിരിച്ചറിയാവുന്ന ഒരു മുരൾച്ച പോലെയുള്ള ശബ്ദം കേൾക്കാൻ കഴിയുമായിരുന്നു വീഡിയോ ശ്രദ്ധിച്ച് കേട്ടാൽ എന്നതാണ്. താങ്കളുടെ ശ്രദ്ധയിൽ അത് പെട്ടിരുന്നു? എനിക്ക് അതിനോട് യോജിപ്പില്ല. കാരണം ഈ വീഡിയോന്ന് ഇത്രയും മുരൾച്ച ഉള്ള ശബ്ദം തിരിച്ചറിയാൻ മാത്രം ആർക്കെങ്കിലും കഴിയുമെന്ന് എനിക്ക് തോന്നിയില്ല. ആ വീഡിയോ കിലോമീറ്ററുകൾ ദൂരെ നിന്ന് ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ്. അതിൽ വിമാനത്തിൻ്റെ ഇരമ്പലല്ലാതെ അതിൻ്റെ ഇടയിൽ വരുന്ന ഈ ചെറിയ റാം എയർ ടർബൈൻ പ്രവർത്തിക്കുന്ന ശബ്ദങ്ങളൊക്കെ തിരിച്ചറിക്കാൻ മാത്രമുള്ള എക്സ്പെർട്ടൈസ് എനിക്ക് എന്തായാലും ഇല്ല. അല്ല, ഞാൻ അങ്ങനെ ഒരു കുറിപ്പ് കണ്ടു, അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് സംശയം ചോദിച്ചത്. കാരണം അങ്ങനെ ഉണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് ഒരു കംപ്ലീറ്റ് പവർ ഫെയിലിയർ വിമാനത്തിനകത്ത് സംഭവിച്ചു, ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ള ചോദ്യമായിരുന്നു എനിക്ക് ഇതിന് തൊട്ട് പിന്നാലെ താങ്കളോട് ചോദിക്കാനുണ്ടായിരുന്നത്. കാരണം വിമാനം ഒരു ടേക്ക് ഓഫ് പൊസിഷനിലായിരുന്നു, 32 സെക്കൻഡേ ആയിട്ടുള്ളായിരുന്നു. അതിന് തൊട്ട് മുൻപ് സ്വാഭാവികമായിട്ട് ഒരു എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ പരിശോധന നടന്നിട്ടുണ്ടാവും. ഭരത് ഭൂഷൺ സാറോട് ഞാൻ അദ്ദേഹത്തോട് ആ കാര്യങ്ങൾ ചോദിക്കാം. അതിനുശേഷവും ഇതെങ്ങനെ സംഭവിച്ചു എന്ന ചോദ്യത്തിലേക്ക് എത്താനായിരുന്നു ഞാൻ ഈ കാര്യങ്ങൾ ചോദിച്ചത്. ഏതായാലും ശ്രീ മാക്സിസ്, ഞാൻ താങ്കളിലേക്ക് വരാം.